ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത്ര അധികം ആരെയും ഓർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ മറന്നുപോകും. പക്ഷേ വിനേഷ് ഫോഗട്ടിനെ മറക്കാനിടയില്ല. അവർ സമ്മാനം നേടാത്തതിലൂടെ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ഒരു നാട് അഭിമാനപൂർവ്വം അവരെ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും വൈകാരികമായ കാഴ്ചയാണ് കണ്ടത്. അത് കേവലമായ അവരുടെ പരാജയത്തിനപ്പുറത്ത് ഈ ഗുസ്തിക്കളത്തിന് പുറത്ത് രാഷ്ട്രീയമായ അടക്കം അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും അവരെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതിനെതിരെയുള്ള പ്രതികരണങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചതിലുമൊക്കെ ഉള്ള വികാരം കൂടിയാണ് ബലാലി ഗ്രാമത്തിലെ ജനങ്ങൾ കാണിച്ചത്. അവർ വിനേഷ് ഫോഗട്ടിന് ഹൃദയം പകുത്തു നൽകി. വിനേഷ് ഫോഗട്ട് ആ പേര് ഒരുപക്ഷെ ഒരു 3-4 തലമുറയെങ്കിലും ഓർത്തിരിക്കും. ഹരിയാനയിലെ ബിലാലി എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ആ ധീരയായ മകളെ മറക്കുകയില്ല. രാജ്യത്തിന് വേണ്ടി സ്വർണം നേടിയ ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒളിമ്പിക്സിൽ കിട്ടിയവരെ നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് ഓർക്കാം. 2-3 ഒളിമ്പിക്സ് പിന്നിലേക്ക് പോയി അത് ആർക്ക് കിട്ടി എന്ന് ചോദിച്ചാൽ അത് അത്രമേൽ ഓർക്കാനിടയില്ലെന്ന് മാത്രമല്ല, മറന്നു പോവുക തന്നെ ചെയ്യും. കാരണം ഒളിമ്പിക്സ് മെഡലുകളൊന്നും നമ്മുടെ ജനങ്ങളുടെ മനസ്സിൽ അത്ര ചേർത്ത് വെക്കപ്പെട്ട ഒരു വികാരമല്ല. എന്നാൽ വിനേഷ് ഫോഗട്ടിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിരുന്നില്ല. അവർ ഡൽഹിയുടെ തെരുവീതികളിൽ പലതരത്തിലുള്ള പീഡനങ്ങൾ ഗുസ്തി ഫെഡറേഷൻ്റെ ചാമ്പ്യനായിരുന്ന ഒരു മുൻ എം പിയിൽ നിന്നടക്കം അനുഭവിക്കേണ്ടി വന്നതിനെ ചോദ്യം ചെയ്തപ്പോൾ തെരുവിലൂടെ വലിച്ചിഴച്ച് അപമാനിതയായതിനു ശേഷം തിരിച്ചു കയറി വന്നപ്പോഴാണ് ഒരു 100 ഗ്രാം എന്ന കെണിയിൽ അവളെ വീഴ്ത്തിയത്. ആ വികാരവും ആ സങ്കടവും 100 സ്വർണ്ണ മെഡലുകളെക്കാൾ തിളങ്ങുന്ന മെഡലുകളാക്കി ഹൃദയത്തിൽ മുദ്ര ചാർത്തപ്പെട്ട കോടിക്കണക്കിന് ഭാരതീയരും ലോകത്തുള്ള മനുഷ്യരും അത് സ്വായത്തമാക്കുകയായിരുന്നു എന്നാണ് അവൾ കഴിഞ്ഞ ദിവസം തിരിച്ചു വന്ന വികാരം കണ്ടപ്പോൾ തോന്നിയത്. തുറന്ന വാഹനത്തിൽ തൻ്റെ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഏതാണ്ട് വഴിയരികളിലൊക്കെ 100 കണക്കിന് സ്ത്രീകൾ കാത്തുനിന്ന് അർദ്ധരാത്രിയോടെ സ്വന്തം ഗ്രാമത്തിലെത്തിയപ്പോൾ 10 സ്വർണ്ണ മെഡലുകളും 700 കിലോ ലഡുവുമായി ബിലാലി ഗ്രാമം ഉണർന്നവളെ കാത്തിരുന്നു. അവരൊന്നാകെ പറഞ്ഞു, നിൻ്റെ സ്വർണ്ണ മെഡലല്ല, നീ ഞങ്ങളുടെ ധീരയായ പുത്രിയാണെന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ചേർത്ത് വെച്ചു. മറുപടി വാക്കുകളിൽ ഞാൻ ഒരിക്കലും ഗുസ്തി വിടില്ലെന്നും ഈ ഗ്രാമത്തിലെ ഈ സംസ്ഥാനത്തെ പെൺമക്കളെ ഗുസ്തി പഠിപ്പിക്കുന്നതിനും നാളെ ലോകോത്തര താരങ്ങളായി വളർത്തുന്നതിനും തൻ്റെ ജീവിതം സമർപ്പിക്കുമെന്നും അവർ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. അതെ, വിജയത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ വിജയിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ തോൽവിയിൽ ആദരിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുകയാണ് വിനേഷ് ഫോഗട്ട്.